നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ രാജൻ, ആലത്തിയൂർ IMCH ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ENT സർജനാണ്. ENT ഡിപ്പാർട്ട്മെന്റിൽ സാധാരണയായി ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പി. ചെവി, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ രോഗനിർണയത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എൻഡോസ്കോപ്പികൾ. OPയിൽ വെച്ച് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ വളരെ സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പി. ENT OPകളിൽ സാധാരണയായി കാണുന്നതാണ് കുട്ടികൾ മൂക്കിന്റെ ഉള്ളിൽ മുത്ത്, കടല, ബാറ്ററി എന്നിങ്ങനെ അന്യവസ്തുക്കൾ ഇട്ടിട്ട് വരുന്നത്. ഇവ എൻഡോസ്കോപ്പിയുടെ സഹായത്തോടെ വളരെയധികം എളുപ്പമായി നീക്കം ചെയ്യുവാൻ സാധിക്കുന്നു. മാത്രമല്ല, കുട്ടികളിലെ മറ്റു പ്രധാന ഒരു രോഗലക്ഷണമാണ് കുട്ടികൾ വാ തുറന്നുറങ്ങും വിട്ടുമാറാത്ത ജലദോഷം എന്നത്. ഇതിനുള്ള കാരണം മൂക്കിന്റെ പുറകിൽ വളരുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കവും വളർച്ചയും കാരണമാണ്. എൻഡോസ്കോപ്പി ചെയ്യുക വഴി അഡിനോയിഡ് ഗ്രന്ഥി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുവാനും അതിന് സർജറി ആവശ്യമാണോ അല്ലയോ എന്ന ഒരു തീരുമാനത്തിലെത്തുവാനും സഹായകമാകുന്നു. ഇതുമാത്രമല്ല, മൂക്കിന്റെ പാലത്തിനുള്ള വളവുകൾ, സൈനസിലെ കഫക്കെട്ട്, പഴുപ്പ്, അതുപോലെ മൂക്കിലെ ദശ എന്നിവ മനസ്സിലാക്കുവാനും അതിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ ബയോപ്സി എടുത്ത് പരിശോധനയ്ക്ക് അയക്കുവാനും എൻഡോസ്കോപ്പി സഹായിക്കുന്നു. ഒട്ടുമിക്ക ആളുകളിലും കാണുന്ന ലക്ഷണമാണ് തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുക. ഇത് അസിഡിറ്റി മുതൽ തൊണ്ടയിലെ മുഴകൾ വരെ ഒരു കാരണമായി തീരുന്നു. മിക്ക ആളുകളിലും കാണുന്ന മറ്റൊരു രോഗലക്ഷണമാണ് ശബ്ദ വ്യത്യാസം എന്നുള്ളത്. ഇതിനെല്ലാം എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ തൊണ്ടയുടെ എൻഡോസ്കോപ്പി വളരെയധികം സഹായകമാകുന്നു. തുടർ ചികിത്സ എത്രയും പെട്ടെന്ന് എടുക്കുവാനും നമുക്ക് സാധിക്കുന്നു. തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന എല്ലുകൾ, മുള്ളുകൾ, പഴുപ്പുകൾ ഇവയെല്ലാം ഒരു പരിധിവരെ എൻഡോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി മാറ്റാൻ സാധിക്കുന്നതാണ്. മൂക്കിന്റെയും തൊണ്ടയുടെയും മാത്രമല്ല, എൻഡോസ്കോപ്പി ചെവിയിലെ അസുഖങ്ങൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്നു. എൻഡോസ്കോപ്പി വഴി ചെവിയിലെ പഴുപ്പ് നീക്കം ചെയ്യുവാനും അന്യവസ്തുക്കളെ നീക്കം ചെയ്യുവാനും മാത്രമല്ല, ഇയർ വാക്സ്, ചെവിയിലെ അഴുക്ക് കർണപടത്തിന് യാതൊരു പോറലില്ലാതെ വേദനരഹിതമായി എടുത്തു മാറ്റുവാനും സഹായകമാകുന്നു. രോഗനിർണയത്തിനും സർജറികൾക്കും മാത്രമല്ല, രോഗിക്ക് തന്റെ രോഗം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാനും എൻഡോസ്കോപ്പി വളരെയധികം സഹായിക്കുന്നു.